നമസ്കാരം. ഈ വീഡിയോ പ്രേക്ഷകർ മുഴുവനായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ടോക്സിക് സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാതെ ഇരിക്കാനും നിങ്ങൾ ശ്രമിക്കുക. കണ്ടവർക്ക് ടോക്സിക് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളും കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നാൽ ടോക്സിക് ഇഷ്ടപ്പെടാത്തവർ നിങ്ങളുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾ അത് ചോദിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം, അതായത് സിനിമയുടെ റിലീസിൻ്റെ തലേ ദിവസം കൊച്ചിയിൽ നടന്ന പ്രീ റിലീസ് ഇവന്റിൽ സംവിധായികയായ ഗീതു മോഹൻദാസ് പറഞ്ഞ ഒരു വാചകമുണ്ട്. സിനിമ ഇറങ്ങട്ടെ, സിനിമ കണ്ടതിന് ശേഷം മേക്കേഴ്സ് അതിന് അഭിപ്രായം പറയണം, ഞാൻ എല്ലാ തരത്തിലുമുള്ള കോൺവെർസേഷൻസിന് തയ്യാറാണ് എന്നതായിരുന്നു ഗീതു മോഹൻദാസിൻ്റെ അഭിപ്രായം. അതായത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ റെഡിയാണ് എന്നാണ് ഗീതു മോഹൻദാസിൻ്റെ മറുപടി. ഗീതു മോഹൻദാസിനെ ചാലഞ്ച് ചെയ്യുന്നു, ഗീതു മോഹൻദാസിനെ വെല്ലുവിളിക്കുന്നു, ഗീതു മോഹൻദാസിനോട് അപേക്ഷിക്കുന്നു. 1-on-1 കോൺവെർസേഷന് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താങ്കൾ തയ്യാറാണോ? ഈ ചോദ്യങ്ങൾ ലൈവായിട്ട് ചോദിക്കാം, എഡിറ്റില്ല, കട്ടില്ല, ലൈവായിട്ട് നമുക്കൊരു അഭിമുഖത്തിൽ ഗീതു മോഹൻദാസിനോട് അപേക്ഷിക്കുന്നു. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ടോക്സിക്കുമായി ബന്ധപ്പെട്ട് ഇരിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. കാരണം ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. ഗീതു മോഹൻദാസിന്റെ പൊളിറ്റിക്സ് ചോദിക്കാനുണ്ട്. എന്തുകൊണ്ട് ഗീതു മോഹൻദാസിന്റെ പൊളിറ്റിക്സ് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനുണ്ട്. മൂത്തോരെടുത്ത സംവിധായക തന്നെയാണ് ടോക്സിക് എടുത്തതെന്ന് ചോദിക്കാനുണ്ട്. സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തു മോശം ക്യാരക്ടറൈസേഷനാണ് നിങ്ങൾ ഈ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നതെന്നും ചോദിക്കാനുണ്ട്. സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു, പുറത്തു വന്നു, ഒരു സിനിമ ഡിസാസ്റ്റർ ആവുന്നു, ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നു, ബോക്സ് ഓഫീസിൽ വിജയം നേടുന്നു. ഇതൊക്കെ പലപ്പോഴായി ഇതിന് ടെക്നീഷ്യൻസിൻ്റെ കയ്യിൽ നിൽക്കാറുണ്ട്, കയ്യിൽ നിൽക്കാത്തതുണ്ട്. പക്ഷെ നിങ്ങൾ സിനിമയിൽ പോർട്രേ ചെയ്യുന്ന പൊളിറ്റിക്സ് നിങ്ങളുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതാണ് സംവിധായികയായ ഗീതു മോഹൻദാസിനോടാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പായി ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ തരത്തിലുമുള്ള ടീസേഴ്സ് പുറത്തുവിടുന്ന സമയത്തും തനിക്ക് നേരിടേണ്ടി വന്ന ബാക്ക്ലാഷസിന് ഗീതു മോഹൻദാസ് എന്ത് മറുപടി പറയുന്നു കാത്തിരുന്നപ്പോഴാണ് സിനിമ ഇറങ്ങട്ടെ എന്നുള്ള സാധാരണമായ പഴമൊഴി ഗീതു മോഹൻദാസ് പറയുന്നത്. സിനിമ ഇറങ്ങി, സിനിമ കണ്ടു. ഒരു തരത്തിലും ഈ തരത്തിലുള്ള ഒബ്ജക്റ്റിഫിക്കേഷനോ സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുമുള്ള ന്യായീകരണം സിനിമയിൽ എവിടെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഗീതു മോഹൻദാസിനോട് ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. കസബ എന്ന മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്ത സമയത്ത് WCCയുടെ ഭാഗമായിട്ടൊരു പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് സെയ്ഡ് എന്ന് പറഞ്ഞ് പാർവതി തിരുവോത്തിനെ കൊണ്ട് കസബ എന്ന സിനിമയുടെ പേര് പറയിപ്പിച്ച അതേ ഗീതു മോഹൻദാസ് ടോക്സിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് തൻ്റെ സംവിധാന മികവിൽ പുറത്തിറങ്ങി വരുന്നൊരു സിനിമ കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെ തരത്തിലാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ. യശൻ്റെ ഇൻട്രൊഡക്ഷന് നിങ്ങളൊരു സ്ത്രീയെ കരുവാക്കുന്നില്ലേ? യശൻ്റെ ഇൻട്രൊഡക്ഷൻ സീന് വേണ്ടി മാത്രം, ഒരു മാസ് ബൂസ്റ്റിന് വേണ്ടി മാത്രം നിങ്ങളൊരു സ്ത്രീയെ സെക്ഷലൈസ് ചെയ്യുന്നു, ആ സ്ത്രീയുമായി സെക്സ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഫോർ വാട്ട്? എന്നിട്ട് ആ സ്ത്രീ എവിടെയും കാണുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിലൊരു പമ്പ് കൊടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്ത ആ ഒരു സ്ത്രീയുടെ സെക്ഷലൈസിങ് മുതൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലും നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന പല ഫ്രെയിംസിനും മറുപടി പറയേണ്ടതുണ്ട്. സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക് മറുപടിയാണത്. അത് പ്രതീക്ഷിക്കുന്നുണ്ട് സംവിധായകരുടെ ഭാഗത്ത് നിന്ന്. ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചോ ഈ സിനിമ പരാജയമായത് എന്തെന്ന് കുറിച്ചോ എനിക്കല്ല ചോദിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയോ സിനിമയിൽ എത്രയോ സംവിധായകരോട് സംസാരിക്കാനുള്ളതായി കാര്യം. പക്ഷെ താൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ആസ്പെക്ട് എന്തുകൊണ്ട് തനിക്ക് തൻ്റെ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്നില്ല? നായകനാണോ പ്രശ്നം? പ്രൊഡ്യൂസറാണോ പ്രശ്നം? ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഇറക്കുന്നതാണോ പ്രശ്നം? അത് ഓഡിയൻസിന് അറിയണം. ഓഡിയൻസ് രാവിലെ 5 മണിക്ക് തിരുവോണ നാളിൽ എണീറ്റ് പോയി, ഞാൻ മലയാളി ഓഡിയൻസിൻ്റെ മാത്രം കാര്യം പറയുന്നത്, തിരുവോണ നാളിൽ എണീറ്റ് പോയിട്ട് 3 മണിക്കൂർ 15 മിനിറ്റ് തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ കാണേണ്ടി വരുമ്പോൾ പല ചോദ്യങ്ങളുണ്ടാവും. അതിന് സംവിധായക മറുപടി പറയണം. പിന്നെ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പാൻ ഇന്ത്യൻ തലത്തിലൊട്ടാകെ തന്നെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് കിട്ടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഗീതു മോഹൻദാസ് ഹാസ് ടു ആൻസർ. ഐ ഡോണ്ട് നോ വാട്ട് ഇപ്പോൾ ഗീതു മോഹൻദാസിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത്. ഇത്രയും വലിയ നെഗറ്റീവ് അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴേക്കും ഒരു സംവിധായക എന്ന രീതിയിൽ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. യെസ്, അതെങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓൾ പവർ ടു ഹെർ. അത് എങ്ങനെയാണ് അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നതിന് എൻ്റർടൈൻമെൻറ്റ് മേഖല വെറുതെ അങ്ങ് വിട്ടുപോകാനെന്നുള്ളൊരു സംഭവമല്ല. ഇറ്റ് ഈസ് സീരിയസ്. ആളുകൾ അവരുടെ പൈസ കൊടുത്ത് അവരുടെ സമയം കളഞ്ഞുകൊണ്ടാണ് ഒരു സിനിമ കാണുന്നത്. 3 മണിക്കൂർ, 3.5 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, ഞാൻ പറയുന്നത് 5 മണിക്കൂറൊക്കെ ട്രാവലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളഞ്ഞ് അതിനുള്ള പൈസയും മുടക്കി സിനിമ കാണാൻ വേണ്ടി വരുമ്പോൾ ദേ ഷുഡ് ബി ട്രീറ്റഡ് വെൽ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇന്നലെ ഇന്ത്യ ഒട്ടാകെ തന്നെയുള്ള എല്ലാ റിവ്യൂസും ഞാൻ നോക്കുമായിരുന്നു, എല്ലാ തിയേറ്റർ റെസ്പോൺസും നോക്കുമായിരുന്നു. ഞാൻ നോക്കിയെന്താണെന്ന് വെച്ചാൽ ഡബ്ബിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇനി മലയാളം കണ്ടതുകൊണ്ടുള്ള പ്രശ്നമല്ല. തമിഴിൽ പ്രശ്നമുണ്ട്, തെലുങ്കിൽ പ്രശ്നമുണ്ട്, കന്നഡയിൽ പ്രശ്നമുണ്ട്.
എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. ഞാൻ റീജിയണൽ വെച്ചിട്ടാണ് ഓരോരോ റിവ്യൂസ് നോക്കിക്കൊണ്ടിരുന്നത്, മലയാളത്തിൻ്റെ ആണോ പ്രശ്നമെന്ന് അറിയാനല്ല. ഇതിന് 2-3 കാരണങ്ങൾ സ്വാഭാവികമായും ചോദിക്കണം. KGF 2 പോലെ 2022 ഏപ്രിൽ മാസം 14 റിലീസ് ചെയ്ത ഒരു ചിത്രത്തിൻ്റെ നായകൻ 2026 ഓഗസ്റ്റ് അവസാനമാണ് അയാളുടെ അടുത്ത സിനിമ പുറത്തിറങ്ങുന്നത്. 4-4.5 വർഷമാണ് ഒരു സംവിധായികയ്ക്ക് വേണ്ടിയിട്ട്, അയാളുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട നായകൻ തൻ്റെ ജീവിതം മാറ്റിവെക്കുന്നത്. അതും തൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് പോയിന്റിൽ, പീക്ക് ഘട്ടത്തിൽ. ഒരു സംവിധായകൻ എന്ന രീതിയിൽ തൻ്റെ സിനിമ മോശമായതിനെ കുറിച്ചല്ല ചോദ്യം. ഒരു നായകൻ്റെ പാൻ ഇന്ത്യൻ തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4-4.5 വർഷമാണ് കളഞ്ഞത്. യശിന് സ്വാഭാവികമായിട്ട് അതിന് ദണ്ണം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്ക്രീൻ പ്ലേയിൽ ഉൾപ്പെടെ യശ് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ, പ്രൊഡക്ഷൻ ഉൾപ്പെടെ യശ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ഈ സിനിമയുടെ ഓരോ പ്രോസസ്സിങ്ങിലും യശ് നിൽക്കുന്നത്. ഇതിൻ്റെ അണിയർ പ്രവർത്തകർ ഒട്ടാകെ തന്നെ ഒരു കാര്യം പറഞ്ഞൊരു ഒരു സംഭവമുണ്ട്. പ്രോജക്റ്റ് ഷെൽഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ യശ് തള്ളിക്കളയാണ് ചെയ്തത്. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നയൻതാര ഈ ചിത്രത്തിൻ്റെ റിലീസ് സമയത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഗീതു മോഹൻദാസ് ഒരു കാരവാനിൽ കയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത്. എന്ത് മീറ്റിംഗ്? ഈ സിനിമയുമായി ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വളരെ ചിരിച്ചുകൊണ്ടാണ് ഗീതു വന്നത്. നമ്മളെല്ലാവരും വളരെ ടെൻഷനിലായിരുന്നു എന്ന് നയൻതാര പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് മീറ്റിംഗ്? എന്തുകൊണ്ട് ആ മീറ്റിംഗ് വെച്ചു? സിനിമയുടെ ഔട്ടിൽ തൃപ്തരായിരുന്നില്ലേ അവർ? അതായിരുന്നു ആ മീറ്റിംഗ്. വേഗസ് ആണ്. പക്ഷേ ആ മീറ്റിങ്ങിനെ പറ്റി നയൻതാരയ്ക്ക് സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ, കാസ്റ്റ് എല്ലാവരും ആ മീറ്റിങ്ങിനെ ഓർത്ത് ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, വാട്ട് വാസ് ഹാപ്പനിങ് ഓവർ ദെയർ? എന്തായിരുന്നു സംഭവിച്ചത്? ഇതൊക്കെ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് തോന്നിപ്പോകുന്നതെന്ന് പറയേണ്ടി വരും. പിന്നെ യഷിൻ്റെ 4.5 വർഷം പോയതിനെ പറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ചോദ്യമാണത്. കാരണം പ്രഭാസ് ആവട്ടെ, ബാഹുബലി 2-ന് ശേഷം എടുത്ത സിനിമകളുടെ എണ്ണം നിങ്ങൾ നോക്കണം. അയാൾ കൽക്കി ചെയ്യുന്നുണ്ട്, അയാൾ രാധേശ്യാം ചെയ്യുന്നുണ്ട്, അയാൾ ആദിപുരുഷ് ചെയ്യുന്നുണ്ട്, അയാൾ സാഹോ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ഓർത്തിരിക്കുന്നു, ബോക്സ് ഓഫീസ് സക്സസ് പരാജയങ്ങളൊക്കെ വേറെ, അതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വാഷ് ഔട്ട് ആകുമെന്നല്ല. കാരണം എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം, ഇന്നലെ ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഉണ്ടായിട്ട് പോലും യഷിൻ്റെ പടം ആയതുകൊണ്ടായിരിക്കാം ഇന്നും ഒരു മണിക്കൂറിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 50,000 ടിക്കറ്റുകളൊക്കെ വിറ്റുപോയിരുന്നു. ഇന്ന് ഒരു മണിക്കൂറിൽ 20,000-ഓളം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇത്രയും നെഗറ്റീവ് റിവ്യൂ കഴിഞ്ഞിട്ട് അതിന് ഒരു കാരണമേ ഉള്ളൂ, അത് യഷാണ്. ആ യഷാണ് തന്നെ 4-4.5 വർഷം ഈ പ്രോജക്റ്റിന് വേണ്ടി അയാൾ മുടക്കിയിരിക്കുന്നത്. ഈ പ്രോജക്റ്റിന് വേണ്ടി അയാൾ 4.5 വർഷം മുടക്കുമ്പോൾ അയാളുടെ ഔട്ട് ഇങ്ങനെയാണ് അയാൾ കാണുന്നത്. അയാൾ എന്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത്, എന്ത് ടെറിബിൾ അവസ്ഥയിലൂടെ ആയിരിക്കും പോകുന്നത്. ആലോചിച്ച് നോക്കുകയാണ്. സ്വാഭാവികമായും ഇതിൻ്റെ ബ്ലെയിം മുഴുവൻ ഡയറക്ടറിലേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഗീതു മോഹൻദാസിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. യഷിൻ്റെ 4.5 വർഷത്തിൽ ഗീതു മോഹൻദാസ് മറുപടി പറഞ്ഞേ മതിയാകൂ. ഇതിൻ്റെ അബ്സേർഡിറ്റി, ഇതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും ഗീതു മോഹൻദാസ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് ഗീതു മോഹൻദാസ് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഐ എം വെയിറ്റിംഗ് ഫോർ ഹെർ റിപ്ലൈ. എന്തായിരിക്കും ഗീതു മോഹൻദാസ് അതിനെ കുറിച്ച് പറയുന്നതെന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. സിനിമ കണ്ടു കഴിഞ്ഞൊരു പ്രേക്ഷകർ എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹെർ റിപ്ലൈ. പിന്നെ ഇനി സിനിമയിലേക്ക് വരാം. ആദ്യത്തെ 45 മിനിറ്റ് ഈ സിനിമയിലേക്ക് ഇന്നാവാൻ എന്നെപ്പോലുള്ള പ്രേക്ഷകൻ പെട്ട പാട്. യഷിന് ഇൻട്രൊഡക്ഷൻ വരുന്നത് എന്ത് കാര്യത്തിന് അറിയില്ല, അടിയുണ്ടാക്കുന്ന എന്ത് കാര്യത്തിന്, അവിടെ വെടിവെക്കുന്നു എന്ത് കാര്യത്തിന്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ക്യാരക്ടർ വരുമ്പോൾ ആ ക്യാരക്ടറുമായി ഒരു തരത്തിലും നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ ഇയാൾ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കാൻ ഞങ്ങൾ കൈയടിക്കണം പോലും. 3.25 മണിക്കൂർ ആ ഒരൊറ്റ മനുഷ്യൻ കൈയടിച്ചിട്ടില്ല. യഷിന് ഇൻട്രൊഡക്ഷന് പോലും കൈയടിച്ചിട്ടില്ലെന്ന് ആലോചിച്ചു. യഷിന് ഇൻട്രൊഡക്ഷൻ സീനിൽ പോലും കൈയടി വന്നിട്ടില്ല. ഞാൻ വീണ്ടും വാർത്തയ്ക്ക് ഞാൻ കണ്ടത് തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് ഓഡി 1-ലാണ്. അവിടെ സിനിമ അത്ര അധികം നെഞ്ചിലേറ്റുന്നവരൊക്കെയാണ് ഓഡി 1-ൽ രാവിലെ വന്ന് കാണുന്നത്. ഒരാൾ കൈയടിച്ചിട്ടില്ല, ഇൻട്രൊഡക്ഷനെ കൈയടിച്ചിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. പിന്നെ എന്തിന് ഗോവ? 1947 നിങ്ങൾ കാണിക്കുന്ന ആദ്യത്തെ സംഭവങ്ങൾ. ആദ്യത്തെ സംഭവത്തിൽ കാണിച്ചതിന് ശേഷം പിന്നീട് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഗോവയിൽ നിന്ന് പോകുന്നത് 1965 തോന്നുന്നു. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് ഗോവ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. നല്ല പ്ലോട്ടാണ്, ഞാൻ പറയുന്നത് കിട്ടില്ല. ആ തോട്ട് സൂപ്പറാണ്, സൂപ്പർ പ്ലോട്ടാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യ ചൈന ഓപ്പിയം ട്രേഡിനെ പറ്റി പറയുന്നു. ഓ പൊളി, എവിടെ ട്രേഡ്, എവിടെ ചൈന, എവിടെ ഓപ്പിയം, എവിടെ ഒന്നും കാണുന്നില്ല. കഥ വേറെ ഏതോ ഒഴിക്കുന്നു. അതായത് നമ്മൾ ബേസ് പ്ലോട്ട് ഇതാണെന്ന് കരുതി നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിതെറ്റി വേറെ ഇങ്ങോട്ടേക്കോ പോവുക.
ആ സ്ക്രീൻ പ്ലേ ടാക്ടിക് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എവിടെയോ പോകുന്നു, അത് ഏതൊക്കെ തരത്തിൽ പോകുന്നു. 45 മിനിറ്റ് വരെ ഞാൻ ഈ കഥയിൽ ഇന്നായിട്ടില്ല. ഞാൻ ഈ കഥയിൽ ഇന്നാവുന്നത് നയൻതാരയുടെ കഥാപാത്രം തൻ്റെ കൊച്ചുനാളിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയും എങ്ങനെയാണ് തൻ്റെ സഹോദരനായ രായനെ അവർക്ക് ഗംഗയാണ് നയൻതാരയുടെ കഥാപാത്രത്തിൻ്റെ പേര്, ഗംഗയും രായനും എങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് പറയുന്ന ആ പോർഷനിലാണ് ഇമോഷണലി ഒരു ഹുക്ക് വരുന്നത്. ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു ഇമോഷണൽ ഹുക്കാണ്, അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഗീതു മോഹൻദാസ് വെൻ ഫോർ ഫയറിംഗ്, ഗീതു മോഹൻദാസ് വെൻ ഫോർ സെക്സ്, ഗീതു മോഹൻദാസ് വെൻ ഫോർ ദിസ് എന്താ പറയുക ബിഗ് സ്കെയിൽ പ്രൊഡക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗീതു മോഹൻദാസ് ശ്രമിച്ചത്, അല്ലാതെ ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാനല്ല ശ്രമിച്ചത്. സ്വാഭാവികമായിട്ട് ആളുകൾ KGF കമ്പയർ ചെയ്യാൻ, ഞാൻ KGF ഈ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. KGF ഒരു സീനിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ റെഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല, ഒന്നുമില്ല. KGF ഔട്ട് ഓഫ് ദിസ്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ടോക്സിക് എന്ന സിനിമയെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, അതിനെക്കുറിച്ച് മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. അതിനിടയിൽ പോർച്ചുഗീസുകാർ വരുന്നുണ്ട്, മാർക്കസ്, വിക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരൊക്കെ ആരാ അറിയില്ല. യശ് വളരെ ഡയലോഗ് അടിക്കുന്നത്, എനിക്ക് നിന്റെ സഹോദരനെ കൊല്ലണം. ഈ സഹോദരനും ഈ യശ് തമ്മിലുള്ള പ്രശ്നം എന്താ, അടി എന്താ, കാസിനോയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ, എസ്റ്റാബ്ലിഷ്മെന്റ് എവിടെ അറിയില്ല. ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ തമ്മിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് അറിയില്ല. എനിക്കിപ്പോഴും അറിയില്ല ഹുമ ഖുറേഷിയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളത്. ഹുമ ഖുറേഷി എന്താണ് വന്ന് ചെയ്തിട്ട് പോകുന്നത് എനിക്ക് സത്യമായിട്ട് മനസ്സിലായത്. എനിക്ക് ഈ സിനിമ രണ്ടാമത് കാണാനുള്ള ത്രാണിയില്ല. ഹുമ ഖുറേഷി എന്താ വന്ന് ചെയ്തിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, സീരിയസ്ലി. അതിനിടയിൽ താരാസുതാരിയും യശും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് എനിക്ക് വർക്കായി, സത്യമായിട്ടും വർക്കായി. അത് താരാസുതാരിയുടെ മികവാർന്ന പ്രകടനം കൊണ്ട് മാത്രമല്ല, അവർ തമ്മിൽ എന്തോ ഒരു സ്പാർക്ക് എനിക്ക് അടിച്ചു. അത് അത്യാവശ്യം സ്ക്രീനിൽ കിട്ടി, അത് ഫുള്ളി അല്ല, അത്യാവശ്യം. സത്യം പറഞ്ഞാൽ ഉമാ ഖുറേഷിയുടെ റോൾ എനിക്ക് ഇപ്പോഴും സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. താരാസുതാരി ഓക്കെ, ഐ കൻ ഗെറ്റ് ഇറ്റ്. നയൻതാര നല്ലൊരു ആർക്ക് അവർക്കുണ്ട്, ആ ക്യാരക്ടർ നല്ലൊരു ആർക്കുണ്ട്, പക്ഷെ അത് എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ഞാൻ പറയുന്നത് ഇത് എക്സ്റേ എടുത്തിട്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. ഞാനൊരു വലിയ ലിസ്റ്റ് ഓഫ് നോട്ട്സ് എഴുതിക്കൊണ്ടാണ് വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട്. ബിക്കോസ് ഉറക്കം കിട്ടുന്നില്ല. ഈ സിനിമ ഇത് എങ്ങോട്ടാണ് പോയി അവസാനിച്ചത്, ഇത് എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഡീകോഡ് ചെയ്യലോ ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് സംസാരിക്കേണ്ടി വരുന്നത്. പിന്നെ ഞാൻ പലതരത്തിലും ആലോചിച്ചു, ഈ വിമനെ സെക്ഷുവലൈസ് ചെയ്യുന്ന, ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ പടത്തിൽ. അതിനൊരു കൺക്ലൂസീവ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? ഓക്കെ, യു ആർ ടോക്കിംഗ് ദ സ്റ്റോറി ഓഫ് എ പ്ലേ ബോയ്, ശരി. അതിനാൽ യു നീഡ് ടു ഒബ്ജക്റ്റിഫൈ വിമൻ. അതും ഗീതു മോഹൻദാസ് ആണ് ചെയ്യുന്നത്, അവിടെയാണ് പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനലി ഒരു കാര്യം ഉണ്ടെന്നറിയോ, മൂത്തോൻ ഇറങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം ആർടെക് മോളിലാണ് ഞാൻ ഈ സിനിമ പോയി കാണുന്നത്. ബെയർലി 15 പേരെ തിയേറ്ററിലുള്ളൂ. ഫ്രണ്ടിൽ 3 റോസ് ഫ്രണ്ടിൽ 2 പേരിടുന്ന സിനിമ കാണുന്നുണ്ട്. തുടക്കം തൊട്ടേ അവർ കമൻ്റ് അടിക്കുകയാണ്. ഇൻ്റർവെൽ ആയപ്പോൾ ഞാൻ അവരോട് പോയി സംസാരിച്ചു, ചേട്ടാ സിനിമ കാണാൻ ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കാമോ അല്ലെങ്കിൽ പതിയെ സംസാരിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ്. സെക്കൻഡ് ഹാഫിൽ വീണ്ടും ആവർത്തിച്ചു. അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയെ പൂർണ്ണമായും അബ്സോർബ് ചെയ്യാൻ എനിക്ക് കഴിയാത്ത രീതിയിലുള്ള കമൻ്ററി ആയിരുന്നു ഫ്രണ്ടിൽ നടന്നത്. സിനിമ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തിയേറ്റർ ടീമിനോട് ഞാൻ സംസാരിക്കുകയും സിനിമ കഴിഞ്ഞതിന് ശേഷം ഇവരുമായിട്ട്, അതായത് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുമായിട്ട് വാക്കുതർക്കം വരെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയും ഇഷ്ടപ്പെട്ടൊരു ക്രാഫ്റ്റ്, ആ സംവിധായികയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ആ ക്രാഫ്റ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്കതിൻ്റെ കൃത്യമായ ഒരു 100% ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇവരോട് പോയി സംസാരിക്കുന്നത്. ഇന്ന് കട്ട് ടു 2026 ഓഗസ്റ്റ് 26 ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിക്കിൽ നിന്നല്ല 8 ദിക്കിൽ കമൻ്റ് അടിയാണ്. എനിക്കൊരു അക്ഷരം ഇടാൻ പറ്റില്ല, കാരണം കമൻ്റ് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ആ സംവിധായകയുടെ ചേഞ്ചാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയാതെ പോയത്. എനിക്ക് സന്തോഷമുണ്ട് ഗീതു മോഹൻദാസിൻ്റെ കാര്യത്തിൽ. ഇവിടുന്ന് 50 ലക്ഷം ചെയ്ത് മുടക്കി ഒരു സംവിധായക അവിടെ നിന്ന് ഓസ്കർ എൻട്രിയിലേക്ക് പോയിട്ടും ആരും വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് തൻ്റെ പ്രയത്നം കൊണ്ട്, തൻ്റെ കഠിനാധ്വാനം കൊണ്ട്, തൻ്റെ പാഷൻ കൊണ്ട് യഷിലേക്ക് ഒരു കഥ പോകുന്നു. ആ കഥ അയാളെ കൺവിൻസ് ചെയ്യുന്നു. KVN പോലൊരു ബ്രഹ്മാണ്ഡമായ പ്രൊഡക്ഷൻ കമ്പനിയെ കൺവിൻസ് ചെയ്യുന്നു. ഫ്ലോർസിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു, സംവിധായകയാവുന്നു, സിനിമ എടുക്കുന്നു. അറ്റംപ്റ്റ് ഈസ് ഓൾ ഡൺ. അതിനൊക്കെ നമ്മൾ നേരത്തെയും കൈയടിച്ചിട്ടുണ്ട്. ആ കൈയടിക്കേണ്ട മൊമെൻറ്റ് ഇപ്പോഴല്ല, അത് നമ്മൾ ഈ സിനിമയുടെ റിലീസിൻ്റെ തലേ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ഗീതു മോഹൻദാസിനെ പൂഴ്ത്തിയിട്ടുണ്ട്. ബട്ട് നോട്ട് എനിമോർ. പക്ഷേ ഇതുപോലൊരു പ്രോഡക്റ്റ് എടുത്ത് വെക്കുമ്പോഴേക്കും
ഇറ്റ്സ് എൻ ഇന്ത്യൻ പ്രോഡക്റ്റ്, പാൻ ഇന്ത്യൻ പ്രോഡക്റ്റ്. യു ടോക്കിംഗ് അബൌട്ട് എ യശ് ഫിലിം. ഒരു സാധാരണ റീജിയണൽ പടമല്ല അത്. ഇവിടെ മാത്രം ഒതുങ്ങിയേനെ. ഇത് തമിഴ്നാട്ടിൽ നിന്ന്, ഹിന്ദിയിൽ നിന്ന്, തെലുങ്കിൽ നിന്ന്, കന്നഡയിൽ നിന്ന് വരെ നെഗറ്റീവ് റിവ്യൂസ് ആണ്. പക്ഷെ നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടും യഷിന്റെ ബോക്സ് ഓഫീസ് പവറാണ് എന്നെ ഞെട്ടിക്കുന്നത്. ഇപ്പോഴും യു ക്യാൻ സീ ദ പവർ. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും വലിയ നെഗറ്റീവ് റിവ്യൂ കിട്ടിയാൽ പോലും യഷിന്റെ ഫാൻസ് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുമെന്നുള്ളതാണ്. കാരണം 4.5 years ഓഫ് വെയിറ്റിംഗ് ആണ്. ഞാൻ പറയുന്നത് എല്ലാം സഹിക്കാം. ഒരു നടന്റെ 4.5 വർഷം വെച്ച് നിങ്ങൾ കളിക്കരുതായിരുന്നു. നെവർ. യു ഷുഡ് ഹാവ് ബാക്ക്ഡ് ഔട്ട് ഫ്രം ദ പ്രോജക്റ്റ്. എത്രയോ സംവിധായകർ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. സിങ്ക് കിട്ടുന്നില്ല, ലീവ്. ഷൂട്ടിംഗ് ഫ്ലോർസിലെത്തി പറ്റുന്നില്ല, ലീവ്. ഡോണ്ട് വേസ്റ്റ് ടൈം. 4.5 വർഷം അറ്റ് എ സ്പീക്ക് ടൈം. അയാളെ ഇന്ത്യൻ ഓഡിയൻസും വേൾഡ് ഓഡിയൻസും അറിയുന്ന മൊമെന്റിൽ നിന്നുള്ള 4.5 വർഷങ്ങളാണ്. എന്നിട്ടും ആളുകൾ ഇത് വന്ന് കാണുന്നുണ്ടെങ്കിൽ ആ KGF ഇമ്പാക്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. KGF ഉണ്ടാക്കിയ ഇമ്പാക്ട് കാരണം മാത്രമാണ് ടോക്സിക്കിന് ഇത്രയധികം ആളുകൾ ഇപ്പോഴും കയറുന്നത്. സീരിയസ്ലി. ഞാൻ പക്ഷേ KGF-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഇവിടെ. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് പാറ്റേണിനെ കുറിച്ച് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. ഉജ്വലാണ് ഇതിന്റെ എഡിറ്റിംഗ്. ഉജ്വൽ KGF-ൽ എഡിറ്റ് ചെയ്തത് നമ്മൾ കണ്ടാണ്. വാട്ട് ഹാപ്പൻ ടു ടോക്സിക്? അതുകൊണ്ട് എനിക്ക് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് കുറ്റം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്മെന്റും കിട്ടാതെ പോകുന്നത് എഡിറ്റിംഗിന്റെ പ്രശ്നം കൊണ്ടും കൂടിയാണ്. അതൊക്കെ ഗീതു മോഹൻദാസ് ഒരുപാട് റഷ് എടുത്ത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വെട്ടിച്ചുരുക്കും. ഇതാണോ പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ വെട്ടിച്ചുരുക്കെന്ന് പറയാനായിട്ടുള്ള ഡയറക്ടോറിയൽ മൈൻഡ് സെറ്റ് ആയിരുന്നു ഗീതുവിനത്. കാരണം അങ്ങനെ ഇരിക്കുന്നത് ഒരു നോൺ ലീനിയർ ഒരു വശത്ത്, അതിന്റെ കൂട്ടത്തിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള എഡിറ്റിംഗ് പാറ്റേൺ വേറൊരു വശത്ത്, ഇവിടെ തമ്മിലുള്ള സിങ്കോ ഒന്നും മനസ്സിലാവുന്നില്ല. കിയാര അദ്വാനി ടോക്സിക്കിന് മുന്നേ ശേഷം എന്നുള്ള രീതിയിൽ കരിയർ പാറ്റേൺ മാറുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു സ്കോപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കഥ വേറെ എങ്ങോട്ടാണ് പോകുന്നത്? കിയാരയുടെ POV-യിലൂടെ ഈ സിനിമ പോയിരുന്നെങ്കിൽ ഇതിനൊരു 50% ബ്ലെയിം അവിടെ ഒഴിവാക്കായിരുന്നു. നയൻതാരയുടെ കണ്ണിലൂടെ ഈ സിനിമ ഒരു പകുതി മുക്കാൽ പോയിരുന്നെങ്കിൽ ഈ ബ്ലെയിം ഒരു 70% ഒഴിവാക്കാനായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ യശാണല്ലോ വന്നത്, അപ്പം പിന്നെ കുറച്ച് വെടിവെപ്പും കുറച്ച് സെക്സ് സീൻസും കുറച്ച് വയലൻസും ഒക്കെ ആഡ് ചെയ്ത് ഇത് വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത ആ ഒരു സ്കെയിലിലേക്ക് കൊണ്ടുപോയത് യഷിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ KVN പ്രൊഡക്ഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ? പക്ഷേ ആസ് എ പ്രൊഡക്ഷൻ ടീം, KVN പ്രൊഡക്ഷൻസ്, I salute you guys because you have given everything the team has asked for. പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ഒരിടത്തും ഒരു കുറവ് കാണൂല. എല്ലായിടത്തും we can feel it. ബഡ്ജറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതിപ്പോൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് മുതൽ ദ ലാർജ് സ്കെയിൽ വരെ എവറിത്തിങ് വാസ് പ്രൊവൈഡഡ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ യു കുഡ് ഹാവ് ടേക്കൺ ആൻ അക്കൗണ്ടബിലിറ്റി എന്നതും കൂടി പ്രൊഡക്ഷൻ ടീമിനോട് ഞാൻ ചോദിക്കുന്നത്. വൈ ആർ യു സ്പെൻഡിങ് ദിസ് മച്ച്? എന്ത് കാര്യത്തിന്? ഷോ മി ദി ഔട്ട്. എനിക്ക് തോന്നി ഈ സിനിമ ദുരന്തരമായിട്ടൊക്കെ ക്ലാഷ് വെക്കാനിരുന്നതാണ് കേട്ടാ. ദുരന്തരമായിട്ട് ക്ലാഷ് വെക്കാനിരുന്നതാണ് ടോക്സിക്. അന്ന് യുദ്ധം എന്തോ വന്നത് കാരണം അവർ മാറ്റി വെച്ചു എന്നാണ് പറയുന്നത്. എന്ത് യുദ്ധം? ഒരു യുദ്ധവും ഇല്ല. ഔട്ട് കഴിഞ്ഞിട്ട് യശ് എടുത്ത് പറഞ്ഞാണ് റീവർക്ക് ചെയ്യാൻ പറഞ്ഞാണ്. സീരിയസ്ലി തിങ്സ് യുദ്ധത്തിനെന്നാണല്ലോ ദുരന്തരം ഇറങ്ങി. എന്നിട്ട് എന്തായി? യുദ്ധമൊന്നുമല്ല. യുദ്ധ സമയത്താണല്ലോ ഇവിടെ മലയാളത്തിൽ ആഴത്തിൽ ഇറങ്ങിയത്. എന്തായിരുന്നു? പ്രശ്നമില്ല, യുദ്ധമൊന്നും അല്ല. ഇതൊക്കെ വെറുതെ സിനിമ മോശമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും ഇല്ല. ബട്ട് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിന്ന് ശരി യുദ്ധം സ്റ്റിൽ ഹാഡ് ടൈം ടു റീവർക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന അതും മാറ്റി. അത് കഴിഞ്ഞാണ് നിങ്ങൾ August 26 റിലീസ് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 6 മാസം നിങ്ങൾ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചതെങ്കിൽ നിങ്ങൾ ദുരന്തറിനൊപ്പം ഇറക്കാനിരുന്ന ആ പ്രോഡക്റ്റ് എന്ത് അവസ്ഥയിലായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ഭീകരമായ അവസ്ഥയായിരിക്കും എന്നാണ് ആലോചിക്കുന്നത്. ഇത് ഈ 6 മാസം റീവർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എങ്കിലും എത്തിച്ചതെങ്കിൽ 6 മാസം മുന്നേ ഈ പ്രോഡക്റ്റിന്റെ അവസ്ഥ എന്തായിരുന്നു? അതും യു ഹാവ് എ ബഞ്ച് ഓഫ് ബ്രില്യന്റ് ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ്. അവരുടെ ടൈം, അവരുടെ കരിയർ പറയാൻ തുടങ്ങി കുറേ ഉണ്ട്. ആൻഡ് ഗീതു മോഹൻദാസ് പേഴ്സണലി അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഐ സീരിയസ്ലി ഡോണ്ട് നോ.
കാരണം ഈ സിനിമ നമ്മൾ ഒരു വട്ടമായിരിക്കും കാണുന്നത്. ഗീതു മോഹൻദാസ് മൈറ്റ് ഹാവ് സീൻ ഇറ്റ് 10 to 20 or 100 times. ഇത് ഓരോ തവണ കാണുമ്പോഴും എങ്ങനെയാണ് ഗീതു മോഹൻദാസ് തൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ സാറ്റിസ്ഫൈ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ഷീ സാറ്റിസ്ഫൈ ഹർ പൊളിറ്റിക്കൽ ഐഡിയോളജി? 2 വർഷമായി, 1 വർഷം മുന്നേ ഒക്കെ ബർത്ത്ഡേ ടീസേഴ്സ് പുറത്തിറങ്ങുന്ന സമയത്തും ഇതുപോലെ ബാക്ക്ലാഷും കിട്ടുന്ന സമയത്തും ഹൗ ഡിഡ് ഗീതു മോഹൻദാസ് ഹോൾഡ് ഓൺ ടു ഇറ്റ്? ഹൗ ഡിഡ് ഷീ ഹോൾഡ് ഓൺ ടു ഇറ്റ്? I still don't have an answer. ഇപ്പം എനിക്കറിയാം നാളെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എയറിലാവുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തരത്തിൽ അത് ടേക്ക് ബാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അത് ശരിയാക്കാനൊക്കെ ശ്രമിക്കും. Why didn't Geetu Mohandas do that? And വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ആദ്യം ആവർത്തിച്ച കാര്യം വീണ്ടും പറയട്ടെ. Geetu Mohandas, I am challenging you or I am asking you for a one-on-one conversation regarding this film. നമുക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാം, ലൈവായി സംസാരിക്കാം, അക്കോർഡിംഗ് ടു യുവർ ടേംസിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ there are so many answers that are required. ഇതൊരു ഡിബേറ്റ് ആക്കാനോ ചർച്ചയാക്കാനോ ഐ വോണ്ട് ടു നോ ദി ആൻസേഴ്സ്. നോട്ട് ജസ്റ്റ് മീ, ഇന്ത്യൻ ഓഡിയൻസിന് ഒട്ടാകെ തന്നെ ആ ആൻസേഴ്സ് അറിയണമെന്നുണ്ട്, ഉത്തരങ്ങൾ അറിയണം. You just can't do a film and just leave. There are so many answers that you have to give regarding the film, regarding your political ideologies, regarding the statements that you have made, regarding this massive project, regarding the incomplete answers. അതിനൊക്കെയുള്ള മറുപടി ആയിട്ട് കിട്ടണം. ആൻഡ് there are so many works that have to be applauded. Okay, Rajiv Ravi's cinematography has to be applauded, the costumes, the makeup department, it was all nice. മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ യശ് വയസ്സായിട്ടുള്ള ലുക്കിലൊക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസിൽ ഹുമാ ഖുറേഷിയുടെ കോസ്റ്റ്യൂംസിൽ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. പക്ഷേ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ഡൺ ദെയർ വർക്ക്. സൗണ്ട് മിക്സിംഗ് ആരാണോന്തോ തലവേദനിക്കുന്നു, ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീറ്റിട്ട് തലവേദനിക്കും. ഹൗ ഇമ്പോർട്ടൻറ്റ് സൗണ്ട് ഇസ് ഫോർ എ ഫിലിം എന്ന് മനസ്സിലാക്കി തന്ന കങ്കുവയിലൊക്കെ നമുക്ക് മനസ്സിലായതാണ്. പക്ഷെ എന്നാലും I did not expect this kind of a film. എന്തായാലും ഫ്രം എ ഡയറക്ടർ, മൂത്തോൺ ഡയറക്ട് ചെയ്ത വ്യക്തിയിൽ നിന്നും യഷിൽ നിന്നും ഒക്കെ എനിക്ക് അറിഞ്ഞൂടെ, ഇത് ചിലപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിലാണോ ഈ സിനിമ ഇറക്കിയത് എന്ന് പോലും തോന്നിപ്പോയി. ബട്ട് സീരിയസ്ലി ദർ ആർ സോ മെനി. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം ഇപ്പോൾ ഇത്രയും ചോദിച്ചതൊക്കെ തന്നെ അതിനുള്ള ചോദ്യങ്ങളാണ്. പിന്നെ കസബയുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഇറ്റ്സ് ഓൾ ഇൻ്റർലിങ്ക്ഡ്. എവറിത്തിങ് ഇസ് ഇൻ്റർലിങ്ക്ഡ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഏറുന്നത് ഒക്കെ തന്നെ. ആൻഡ് ഐ ഹോപ്പ് ഗീതു മോഹൻദാസ് കംസ് അപ്പ് വിത്ത് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളോടായിട്ടൊരു അഭിമുഖം വേണമെന്നൊന്നുമില്ല, അതൊക്കെ ആഗ്രഹം മാത്രമാണ്. ആ ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ ഗീതു മോഹൻദാസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. അത് ഇത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഫെയറി ടെയിൽ ഫോർ ഗ്രൂൺ അപ്സ്. ഫെയറി ടെയിൽ ഇതാ. പക്ഷെ ഇതിനേക്കാളുപരി ഒരു കാര്യം പറയട്ടെ, ഇതിനകത്തൊരു വളരെ സ്ട്രോങ് കഥയുണ്ട്. അത് ക്ലൈമാക്സിൽ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. എവിടെ? ക്ലൈമാക്സിൽ അവർ റിവീൽ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു സ്റ്റോറിയാണ്. അത് നല്ലൊരു ബ്രില്യൻറ്റ് ഗ്രിപ്പിംഗ് സ്റ്റോറി ലൈനാണ്. അതെടുത്ത് ഏറ്റവും അടി കൊണ്ട് വെച്ചേക്കുക. ആഫ്റ്റർ വയലൻസ്, ആഫ്റ്റർ ദിസ് ബഡ്ജറ്റ്, ആഫ്റ്റർ ദ സെക്സ്, ആഫ്റ്റർ ദ ക്യാരക്ടറൈസേഷൻ ഒന്നുമില്ല, അതിൻ്റെ ഏറ്റവും അടി കൊണ്ട് സ്റ്റോറി ലൈൻ വെച്ചേക്കുക. ഇവിടൊക്കെയാണ് ഇഷ്യൂസ്, ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ഐ തിങ്ക് ഗീതു മോഹൻദാസ് ഷുഡ് ഹാവ് ഡൺ ദിസ് ഇൻ എ വെരി സ്മോൾ ബഡ്ജറ്റ്. മൂത്തോൻ പോലെ യു വാണ്ട് ടു സ്ട്രൈക്ക് ദാറ്റ് കണ്ടന്റ് ടു ദി ഓഡിയൻസ്. അത് കിട്ടണമെങ്കിൽ ആ പവർ ഓഡിയൻസിലേക്ക് കിട്ടുന്ന രീതിയിൽ വളരെ മിനിമൽ ബഡ്ജറ്റിൽ യു ഷുഡൻറ്റ് ഹാവ് യൂസ്ഡ് യഷ് ഫോർ ദിസ്, ഓർ യു കുഡ് ഹാവ് യൂസ്ഡ് യഷ് ബട്ട് നോട്ട് വിത്ത് ദിസ് ബഡ്ജറ്റ്. യഷിന് താഴെ വരായിരുന്നു. യഷിന് ഇത്രയും മൗണ്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആഫ്റ്റർ KGF മാർക്കറ്റ് മൈറ്റ് ഹാവ് ഫോഴ്സ്ഡ്, ബട്ട് യു ഷുഡ് ഹാവ് ബ്രോക്കൻ ദാറ്റ് മാർക്കറ്റ്. ആ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും സ്ട്രോങ് കണ്ടന്റ് സംസാരിച്ചുകൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്ത് ആ കണ്ടന്റ് സ്ട്രൈക്ക് ചെയ്തിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ എ ജാക്ക് പോട്ട് അടിച്ചുകൊണ്ട് ആ ബുക്കിംഗ്സ് റൈസ് ചെയ്ത് പ്രൊഡ്യൂസറിന് വലിയൊരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രോഫിറ്റ് കൊടുത്ത് യു കുഡ് ഹാവ് ലെഫ്റ്റ് ദ പ്ലേസ്. ഇത് അവിടെ അല്ലാണ്ട് യു സ്റ്റക്ക് ഹിയർ വിത്ത് സോ മെനി ക്വസ്റ്റ്യൻസ്, സോ മെനി unanswered questions, so many vague answers. അവിടെ നിൽക്കണം. അവിടെയൊക്കെയാണ് പ്രശ്നം. അല്ല, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബോക്സ് ഓഫീസ് കളക്ഷൻസ്. ബോക്സ് ഓഫീസ് കളക്ഷൻക്ക് രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ പോട്ടെ. നമ്മളൊരു സിനിമ കാണുന്ന ഓഡിയൻസിന് സിനിമ വർക്കാവട്ടെ, ബേസിക് വർക്കാവട്ടെ.
വെൻ യു ആർ റിലീസിങ് എ മാസ് എൻ്റർടൈനർ ഫിലിം, കയ്യടികൾ വീഴണ്ടേ, ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടാവണ്ടേ, ഹൈ മൊമെന്റ്സ് ഉണ്ടാവണ്ടേ? ഇതൊന്നുമില്ലാത്ത ഒരു സിനിമയായിപ്പോയി ടോക്സിക്. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ടോക്സിക്. അതല്ലാത്ത ചോദ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ടോക്സിക് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.